എല്ലാവർക്കും നമസ്തേ. ആത്മോപദേശ ശതക പാരായണ മാസാചരണത്തിൻ്റെ 7ാം ദിവസത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സഖാത്വമുള്ള മനസ്സുകൾക്കും സുഹൃത്തുക്കൾക്കും ഗുരുദർശന വിചാര കേന്ദ്രത്തിൻ്റെ സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു വച്ചതിൻ്റെ ബാക്കിയായി ഇന്ന് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. 31-ാം ഖണ്ഡം മുതൽ 35-ാം ഖണ്ഡം വരെയാണ് നമ്മുടെ ഇന്നത്തെ വായന പോകുന്നത്. അനുഭവമാതിലൊന്നിരിക്കില്ല, അതനുമതിയില്ലത് മുന്നമക്ഷിയാലേ. അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്നനുമതിയാൽ അറിവിലറിഞ്ഞിടണം. അനുഭവി ആയതുകൊണ്ട് അതിനകത്തൊരു ധർമ്മിയുണ്ട് എന്ന് ധരിക്കണ്ട. അതിന് എന്ത് വേണം? അനുമതിയാൽ അറിവിലറിഞ്ഞിടണം. അറിവിലൂടെ മാത്രമേ അത് അറിയാൻ പറ്റൂ. നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും പറഞ്ഞത് തന്നെയാണ്, ഇന്നലെയും പറഞ്ഞത് തന്നെയാണ്. അറിവത് ധർമ്മിയേയല്ല, ധർമ്മമാമീ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. ധരമുതലായവയൊന്നുമില്ല, താങ്ങുന്നൊരു വടിവാമറിവുള്ളതോർത്തിടണം. ധർമ്മമാമീ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ. എന്താ അദൃശ്യമാകയാൽ കുഴപ്പം? ധര മുതലായവയൊന്നുമില്ല. അതാണ് പ്രശ്നം. ഈ കാണുന്ന ഭൂമിയും പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ അത് ശരിക്കും അവിടെ ഉള്ളതല്ല എന്നും അതെല്ലാം നമ്മുടെ അനുഭവത്തിലൂടെ വന്നു പോകുന്നതാണ് എന്നും പറഞ്ഞിരിക്കുന്നു. 33-ൽ അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ അറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയുമലാത സമം തിരിഞ്ഞിടുന്നു. അറിവ് കൊണ്ടുള്ള ഒരു അന്വേഷണം, ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും എന്തിരിക്കുന്നു, അത് നമ്മോടെങ്ങനെ പ്രതികരിക്കുന്നു എന്നെല്ലാം അന്വേഷണം നടത്തുന്നത് അറിവിൻ്റെ ദർശിനിയിലൂടെയാണ്. ഇനിയോ അരനൊടി ആദി അരാളിയാർന്നിടും തേരുള്ളതിലേറിയും ഉരുണ്ടിടുന്നു ലോകം. ഈ ലോകം ഇങ്ങനെ ഉരുണ്ടു പോവുകയാണ്. എന്നിട്ടോ അറിവിൽ അനാദിയായി നിന്നിടും തൻ വിളയാടലാണ് ഇതെന്നറിഞ്ഞിടണം. ഇതെല്ലാം പ്രകൃതീശ്വരൻ്റെ തിരുവിളയാടലാണ്, അതറിയണം. പ്രപഞ്ചേശ്വരൻ്റെ തിരുവിളയാടലാണ് എന്നറിയാത്തയാൾ അജ്ഞാനിയാണ്, അജ്ഞനാണ്, ഇരുട്ടിലാണ്. ഇത്രയേ ഉള്ളൂ. 35-ൽ പറയണു, ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും. ആരാ വരണത്? വിവേകവൃത്തി. അറിവിനെ മൂടും ആ നിത്യമായ മായ ഇരുളിനെ ഇരുന്നെഴുമാതി സൂര്യനെത്രേ. അനിത്യമായ മായയാമിരുളിനെ, മായയാകുന്ന ഇരുൾ അനിത്യമാണ്. ഇത് മാറ്റുന്നതിന് ഒരു 10,000 ആതിഥേയരൊന്നായി 10,000 സൂര്യനുദിക്കുന്നത് പോലെ നമ്മിലേക്ക് വന്നു ചേരുകയാണ് ഈ പ്രപഞ്ചം നമുക്ക് നൽകുന്ന എല്ലാ അറിവുകളും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെയും ഇന്നും ഒക്കെ കഴിഞ്ഞ 5-6 ദിവസങ്ങളായി നാരായണ ഗുരു നമുക്ക് വേണ്ടി രചിച്ചു തന്ന മഹത്തായ ഈ കൃതി 5 നിമിഷമെങ്കിലും ഒരു 5 ഖണ്ഡം പാരായണം ചെയ്ത് അതിലർത്ഥം ഗ്രഹിച്ച് ജീവിതത്തെ സമ്യക്കാക്കുവാൻ, അനന്തപൂർണമാക്കുവാൻ
സന്തോഷപൂർണ്ണമാക്കുവാൻ, ആഹ്ലാദപൂർണ്ണമാക്കുവാൻ കഴിയുമാറാകട്ടെ കെഴുതിക്കാർക്കെല്ലാം എന്ന പ്രത്യാശയോടെ ഇന്ന് യാത്ര പറയുന്നു നിങ്ങളുടെ സ്വന്തം കൊടുവഴങ്ങ ബാലകൃഷ്ണൻ മാസ്റ്റർ. നന്ദി, നമസ്കാരം. ഓം നാരായണായ നമഃ.